സമയം ബസ്സിന് കിട്ടിയില്ല. പറഞ്ഞതല്ലേ നേരത്തെ ഇറങ്ങാനായിട്ട്. ഓടിക്കണേ. എന്നിട്ടാ നീ എടെ കൂട്ടി ഇങ്ങനെ പോകുന്നു ഹോസ്പിറ്റലായിട്ട്? ബസ് കിട്ടിയില്ല, സ്കൂൾ ബസ് കിട്ടിയില്ല, മിസ്സായി പോയി. ബസ് കിട്ടിട്ടേ പോകാനായിട്ട്, കൊച്ചിനൊക്കെ സ്കൂളിലാക്കാനായിട്ട്. എടാ നീ വണ്ടി കയറി കുഞ്ഞിനെ കൂട്ടി. കുഴപ്പമില്ല, എവിടുന്ന് അങ്ങനെ പോയി കഴിഞ്ഞാൽ വണ്ടി കിട്ടും. പോയായിരുന്നു. വേണ്ട വേണ്ട, കുഴപ്പമില്ല, ഞങ്ങൾ പോയിക്കോളാം. ഞാനില്ലടാ, നീ എന്താ പറഞ്ഞത്? എനക്ക് അങ്ങോട്ടേ പോണ്ടത്. കുഴപ്പമില്ല, വേണ്ടത്. രമ്യ കളിക്കല്ലേ? വേണ്ട. മോളെ വന്നേ. എടാ സുരേഷ് ഏട്ടൻ എന്താക്കുന്ന ഇപ്പൊ? പുറത്ത്. അതെയാ? ആ ശരി. നീ കൊറേ വണ്ടി കയറി. നമ്മ എത്രേ കാണും. ഇനി സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടോ? അതേ പ്രശ്നമല്ലേ, വേറൊന്നുമില്ല. നീ ആടാ മോളെ കയറിയതാ. ഇത് ഈ മോളെ ഒറ്റ വെച്ചോടെ. ശമ്പളം കിട്ടുന്നാലും വീട്ടിൽ കൊടുക്കാനേലൂടോ, വണ്ടി ഓടിക്കാനില്ല. ആ പാവ നമുക്ക് പോണ്ടേ? പോണ്ടേ, സമയം എത്രയായി? അന്മത വാന്നേ, പരാതി കിട്ടിയിട്ട് സമയം എത്രയായി? ഇത് വെച്ച് കെട്ടണ്ടേ? വാ സുഗത, ആദ്യം ഞാൻ ഈ പരാതി ഒന്ന് തീർത്തോട്ടെ. ഒന്ന് അടങ്ങ് നീ. അതെ, അവരെ പഞ്ഞിരലിക്കാൻ എടുത്ത ഞാൻ തോട്ടിയിരുന്നു. സുഹൃത്തേട്ട ഇങ്ങനെ കേട്ടണേ? ആരെങ്കിലും ഇങ്ങനെ കെട്ടോടെ പൊട്ട? അത് വെച്ചതല്ലേ? ഹലോ, നമസ്കാരം. അരുവിക്കര KCB അല്ലേ സാറേ? എൻ്റെ പേര് മന്മഥൻ എന്നാണേ. കൺസ്യൂമർ നമ്പർ 4279. ഇന്നലെ മുതൽ എൻ്റെ വീടിൻ്റെ പ്രദേശത്ത് കറണ്ട് ഇല്ല. ഇന്നലെ പോയതാ. ഇല്ല, അവിടെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒന്ന് നാളെ. എൻ്റെ സാറേ ഇന്നലെ പോയതാണ് സാറേ അത്. നാളെ പറ്റുമെങ്കിൽ സാറേ, നിങ്ങൾ അങ്ങനെ സംസാരിക്കരുത്. ഞാനും ഒരു ലൈൻമാനാണ്. ഞാൻ ഉഴമലക്കൽ സെക്ഷനിലെ ലൈൻമാനാണ് മന്മഥൻ. നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം. പരാതി കിട്ടി കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ അപ്പം തന്നെ പോയി നോക്കും. നിങ്ങളെ പോലുള്ളവരാണ്, ഞങ്ങളെ പോലുള്ള ബാക്കിയുള്ള മര്യാദയ്ക്ക് ജോലി എടുക്കേണ്ട ലൈൻമാൻമാർക്ക് കൂടി പേരുദോഷം ഉണ്ടാക്കുന്നത്. ഇയാൾക്കത് നോക്കാൻ പറ്റില്ലെങ്കിൽ എനിക്കറിയാം എന്താ ചെയ്യാൻ പറ്റണെന്നുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഇന്ന് എന്റെ വീട്ടിൽ കറണ്ട് ഒന്നും ശരിയാക്കിയില്ലെങ്കിൽ അതിന്റെ പണി ഞാൻ തന്നോളാം. അതാ വെച്ചാരാ. ഇപ്പൊ കറക്റ്റ് ഫോണിൽ നിന്നില്ല കട്ടിൽ കഴിഞ്ഞപ്പോ. അല്ലാതെ അങ്ങനെ തന്നെ വേണം, അതാ പറഞ്ഞു. എന്താ സുഖം നീ അങ്ങനെ സംസാരിക്കുന്നത്? അപ്പൊ ബാബ ഇത് ആദ്യം തരണ്ടേ? എടാ നീ എന്തോന്നടേ ഇത്? എന്നെ പിടി. ഒന്ന് വാ ചേട്ടായി. എവിടെയാടാ ചവിട്ടാനുള്ള സ്ഥലം എവിടെ? എടാ ഏണി എടുത്ത് താഴെ വെച്ചോടാ. ഇനിയിപ്പോ ഏണി എടുത്ത് താഴത്ത് വെക്കേണ്ടി വരും. ഇറങ്ങട്ടെ. ഇറങ്ങിയോ വെക്കട്ടെ? എന്റെ ദൈവമേ, വണ്ടിയുടെ മേളിൽ നിന്ന് ഇറങ്ങാൻ അറിയാത്ത ആളാണ് ഇനി പോസ്റ്റിക്ക് ഇറങ്ങണത്. ഈ കോണിക്ക് ഇതിന്റെ ഉള്ളിൽ മുകളിൽ വെച്ച് കെട്ടൽ ഭയങ്കര പണിയാട്ടാ. സത്യം പറഞ്ഞോടാ, നിനക്കൊക്കെ ഒരു 5 വർഷം മുമ്പേ പെൻഷൻ തന്ന് വീട്ടിൽ ഇരുത്തേണ്ട സമയം കഴിഞ്ഞു. വണ്ടി മാറ്റാൻ പറയും. വണ്ടിയാണ് ഇപ്പൊ പ്രശ്നം. നീ എവിടെ പോകുന്നു? ഞാൻ എടുത്തോളാം. നീ കയറി. നീ സാഹസം കാണിച്ചല്ലേ, ഞാൻ എടുത്തോളാം. അതെ, നമുക്കൊരു കാര്യം ചെയ്താലോ? സ്ഥിരമായിട്ടേ ഈ കോണികൾ ഇങ്ങനെ ഓരോ പോസ്റ്റുമ്പിൽ ഇങ്ങനെ നാട്ടി കെട്ടി വെച്ചാലോ? അല്ല, അതിലും നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞ എന്നെ പോലുള്ളവരെയൊക്കെ വയ്യാത്തവരെ വീട്ടിൽ ഇരുത്തനാ നല്ലത്. ഞങ്ങൾ ഇതിൽ കയറി ഇറങ്ങിക്കോളാം, ഒരു കുഴപ്പമില്ല. സുഗത, മാസം ശമ്പളം മേടിക്കാം. ഞാൻ പറഞ്ഞോ? വേണ്ട, ഞാൻ കയറിക്കോളാം. അയ്യോ, നമുക്കെന്ന് ദൈവമേ കാത്തോളേ. എടാ ഇറങ്ങി ഒന്ന് തള്ളടാ. ഒന്നിറങ്ങി തള്ളടാ. ഇനി അതും വേണം. ഇതിപ്പോ അതുപോലെ തന്നെ പണി മുടക്കി. സാറേ, ഇവിടെ ഒരുത്തൻ ബൈക്കിന് ഹെൽമെറ്റ് വെക്കാതെ പോയൊരു ക്യാമറയിൽ ഫൈൻ അടിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തടുത്ത് നമ്മുടെ ക്യാമറകളിലും പുള്ളി ഫൈൻ അടിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലായിടത്തേക്കും നമ്മൾ ഫൈൻ അടിച്ചു കൊടുക്കേണ്ടി വരും. ക്യാമറയിൽ വന്നു കഴിഞ്ഞാൽ ഫൈൻ അടക്കണ്ടേ? അപ്പൊ ഒരു 500 മതി അല്ല എല്ലാ ക്യാമറക്കും? അല്ല, ഒരു ക്യാമറയിൽ ഒരു പ്രാവശ്യം ഹെൽമെറ്റ് വെക്കാതെ ഒരാൾ പാസ് ചെയ്ത് പോയാൽ അപ്പൊ വീണു 500. ആ ആള് തന്നെ തൊട്ടപ്പുറത്തെ ക്യാമറയിലേക്ക് എത്തിയാ അപ്പോഴും 500.
അങ്ങനെ എത്ര ക്യാമറയിൽ ഇയാള് ഹെൽമെറ്റ് വെക്കാതെ പോയോ അത്ര ക്യാമറയ്ക്കും 500 വെച്ച് അടയ്ക്കണം. ഇതിപ്പോ തിരുവനന്തപുരത്ത് നിന്ന് ഒരുത്ത ഹെൽമെറ്റ് വെക്കാതെ കാസർഗോഡ് ചെല്ലുമ്പോ വീട് വിറ്റു പോവല്ലോ. ഉറപ്പായിട്ടും പോവും. അങ്ങനെ വീട് വിൽക്കാനുള്ളവര് മാത്രം അങ്ങനെ പോയാൽ മതി, അല്ലാത്തൊരു നിയമം അനുസരിച്ചാലും മതിയല്ലോ. അപ്പൊ ഇവനിവിടെ 4 ക്യാമറ അടിച്ചിട്ടുണ്ട്. അപ്പൊ 2000 ഇടാ അല്ലേ? അതിപ്പോ എന്താ സംശയിക്കാനില്ലല്ലോ, അതിന് വേണ്ടിയാണല്ലോ ഇത് വെച്ചിരുന്നത്. പിന്നെ ഇപ്പൊ ഒരു വേറെ കാര്യം പറയട്ടെ, ഇപ്പോ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വരുമാന മാർഗം നമ്മുടെ ഡിപ്പാർട്ട്മെന്റാ. ഇതേമാതിരി ഏതെങ്കിലും ഒരു ഹെൽമെറ്റ് വെച്ചിട്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഒരു പോക്ക് പോയാൽ മതി. കിട്ടുന്ന കാശ് എത്ര? നമുക്കിപ്പൊ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നേരത്തെ നമ്മൾ റോട്ടിൽ നിന്ന് കൈ കാണിച്ച് എഴുതി കൊടുത്താൽ നമുക്ക് പറ്റണ ഒരു ഒഴിവാക്കാം, പകുതി പൈസ മേടിച്ചിട്ട് പിരിച്ചുകൂടെ നമുക്ക് പങ്കിട്ടെടുക്കാം. ഇപ്പൊ ഇനി ആ സംവിധാനം നടക്കൂലല്ലോ. അതെ, അത് ആ സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷെ വേറെ കാര്യം എന്താ വെച്ചാൽ ശമ്പളം തരാൻ സർക്കാരിന്റെ വേറെ പൈസ ഒന്നുമില്ല. അപ്പൊ ആ കാശ കിട്ടുള്ളൂ, ശമ്പളം കിട്ടില്ലാണ്ടാവും. പിന്നെ കുറെ കഴിയും. ഇപ്പൊ പല ഡിപ്പാർട്ട്മെന്റിലും വെറുതെ ഇരുന്ന് ഉറങ്ങണവന്മാർക്ക് നമ്മൾ പൈസ പിരിച്ചു കൊടുക്കാനിരിക്കണ പോലെ. അല്ല, നമ്മൾ ഈ സാധാരണക്കാരെ ഇങ്ങനെ പിടിക്കുമ്പേ ഈ MLA-മാരും മന്ത്രിമാരും ഒക്കെ പോണ വഴിയിൽ ഇങ്ങനത്തെ ഒരു സാധനം വെച്ച രാജ്യം കുറേ കൂടി രക്ഷപ്പെട്ടാനെ. എവിടെ പോണേന്നറിയാല്ല. നമുക്ക് അത് ആദ്യകാലം മുതലേ അങ്ങനെ ഇല്ലല്ലോ. ഈ ഭരിക്കുന്ന ആൾക്കാർക്ക് അത് ബാധകല്ല. മറ്റുള്ള ആൾക്കാര്, അത് ആരാണോ ഭരിക്കപ്പെടുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് എല്ലാ നിയമങ്ങളും നമ്മൾ ശരിക്കും സ്ട്രോങ് ആണ്. നമ്മൾ ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കും വേണ്ടി സാധാരണ ജനം ടാക്സ് അടച്ചും പണിയെടുത്തോടത്ത് ചാകും. എടുക്കണം, അത് എല്ലാ കാലത്തും അങ്ങനെയാണ്. ഇപ്പോ രാജഭരണം ഉണ്ടായിരുന്ന സമയത്ത് എന്തായിരുന്നു മറ്റുള്ള പ്രജകളുടെ അവസ്ഥ? ഓരോ നാട്ടുരാജാക്കന്മാരുടെ സ്വഭാവം അനുസരിച്ചിരിക്കും അവിടുത്തെ പ്രജകളുടെ അവസ്ഥ. അപ്പൊ ഈ നിലയ്ക്കൊക്കെയാണ് കാര്യങ്ങൾ പോണെന്ന് വെച്ചാൽ നിയമം എന്താ പറയണെങ്കിൽ നമ്മൾ അതിന്റെ ഒപ്പം നിൽക്കാല്ല, അത് വേറെ നോക്കണ്ട. സാറേ, കഴിഞ്ഞ ഒരാഴ്ചത്തെ വയലേഷന്റെ പ്രിന്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. അതിലൊന്ന്, ഒരു കാറില് മുൻസീറ്റിൽ നായനെ വെച്ച് യാത്ര ചെയ്തിട്ടുണ്ട്, ബെൽറ്റ് ഇടാതെ. ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ഈ നായുടെ കഴുത്തിലത്തെ ബെൽറ്റ് ആണോ അതോ സീറ്റ് ബെൽറ്റോ? 2 ബെൽറ്റ് ഇട്ടിട്ടില്ല. 2 ഇട്ടില്ലേ? 2 ഇട്ടിട്ടില്ല. പിഴ അടയ്ക്കണം. പിഴ അടയ്ക്കട്ടെ. അതയച്ചോ. അടുത്ത സാറേ, ഒരു ബുള്ളറ്റ് 2100 കിലോമീറ്റർ സ്പീഡ് കാണിച്ചിരുന്നു. എത്ര? 2100 കിലോമീറ്റർ. എന്താണോ ഈ പറയുന്നത്? എവിടെ ഒരു ബുള്ളറ്റിന് മാക്സിമം 160 കിലോമീറ്റർ സ്പീഡുള്ളൂ, പിന്നെ എങ്ങനെ 2000 സംതിങ്ങിൽ പോണ്? സാർ എന്താ പറയണ? അത് AI ക്യാമറയിൽ ഷൂട്ട് ചെയ്തല്ലേ? ക്യാമറ നുണ പറയോ? ഈ ക്യാമറയാണല്ലോ. അത് നുണ പറയില്ല. സത്യവും. അടക്കട്ടെ. പിഴ അടക്കട്ടെ. അയച്ചോ. പിന്നെ പറഞ്ഞ സാറേ KSEB-യുടെ ആണ്. KSEB-യുടെ ജീപ്പിന്റെ മുകളില് കോണിയും തോട്ടിയും കെട്ടി വെച്ചിട്ട് പോയിട്ടുണ്ട്. അതിന്റെ പ്രിന്റ് ഔട്ട് കിട്ടിയിട്ടുണ്ടോ? ഒന്ന് നോക്കട്ടെ. അത് ശരി. ഇത് ഉറപ്പായിട്ടും പിഴ അടയ്ക്കണം. കാരണം വണ്ടിയുടെ ഒരു നിശ്ചിത അളവ് കഴിഞ്ഞിട്ട് ഒരു സാധനം വെക്കാൻ പാടില്ല. മനസ്സിലാവോ? അത് മാത്രമല്ല, ജീപ്പ് നോട്ടെ, അതിന്റെ നമ്പർ നോക്കട്ടെ. ഇതിപ്പോ ഈ വണ്ടി തന്നെ കണ്ടം ചെയ്യാറായിട്ടുണ്ട്. 2 രീതിയിലും പിഴ ചുമത്തിക്കോ. KSEB അല്ലേ? അവിടെ കൊടുക്കും. KSEB ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉറപ്പായിട്ടും കൊടുക്കണമെന്ന്. 2000 ചില്ലാനം രൂപ കറണ്ട് ബില്ല് അടക്കണേ ഞാൻ പ്യാരി. ആ സ്ഥലത്ത് എനിക്ക് വന്നിക്കണം 4000 സംതിങ് റുപ്പീസാ. എന്താ സംഗതി? നമ്മളിപ്പോ ഒരു മാസ്റ്റർ റീഡിംഗ് ആണ്. ഇവരിപ്പോ ഒരു ഐഡിയ ആലോചിച്ച് നോക്കണം. ഒരു മാസ്റ്റർ റീഡിംഗ് ആ നോക്കണെന്ന് വെച്ചെങ്കിൽ യൂണിറ്റ് കണക്കിന് നമുക്ക് വലിയ എക്സസ് ചാർജ് ഒന്നും വരില്ല. ഇത് 2 മാസം കൂടുമ്പോഴാണോ നോക്കണേ. അപ്പൊ നമ്മളെങ്ങാനും പെട്ടെന്ന് ഇപ്പൊ ഒരു ചൂടുകാലത്ത് ഒരു ഇത്തിരി കറണ്ട് ഇപ്പൊ AC ഒക്കെ ഒന്ന് ഉപയോഗിക്കേ, അപ്പൊ കയറി ചറ കയറി വരും. 2 രൂപ കൊടുക്കണോടത്തുനിന്ന് ഇത് എക്സസ് ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ 2-ന് 4 അല്ലെങ്കിൽ 4-ന് 6 ഈ രീതിയിൽ അങ്ങനെ എന്തൊരു കണക്കെന്ത് വരെ എന്തായാലും തട്ടിപ്പ് കളിയാ മോനാ. അത് ഒഴിവാക്കണ്ട. അത് 20,000 ഉറുപ്പ്യ അങ്ങോട്ട് വെച്ച് അവിടെ കൊണ്ടോ. അടക്കട്ടെ. അത് ശരി. ഇവർക്ക് വേറെയും ഒരു അഹങ്കാരം ഉണ്ടേ. നമ്മളും അവരും കാക്കിയാണല്ലോ ഇട്ടേക്കണേ എന്നുള്ളൊരു അഹങ്കാരം ഇവർക്കുണ്ട്. ആ കാക്കിയല്ല ഈ കാക്കി. ഏത്? സാറേ, ആ സിഗ്നൽ ജംഗ്ഷനില് 2 വീലർ 2 പേരും മറിഞ്ഞു വീണിട്ടുണ്ട്. അവരുടെ 2 പേരുടെ ഹെൽമെറ്റും തെറിച്ചു പോയിട്ടുണ്ട്. അതെന്ത് ചെയ്യണം? ഹെൽമെറ്റ് ഇല്ല വീണ് കിടക്കണോടത്ത്. ഹെൽമെറ്റ് ഇല്ലെങ്കിൽ ഹെൽമെറ്റ് വെക്കാതെ വന്നു എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ അടയ്ക്കാം. അത് തെറിച്ചു പോയതാണ്. പോയിട്ടുണ്ടാവും. ആ പരിസരത്തൊന്നും കാണാനില്ല. ആൾക്കാർക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. ഇല്ല, കിടക്കണേന്ന്. കിടന്ന കിടപ്പിൽ പിഴ അടയ്ക്കട്ടെ. അല്ല, എന്തായാലും ഇപ്പൊ ഇങ്ങനെ ആ സ്പീഡിൽ പോയാലോ ആ സ്പീഡിനും വേണമെങ്കിൽ നമുക്കൊരു പിഴ കൊടുക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന് വരുമാനം ഉണ്ടാക്കുക എന്നുള്ളൊരു പദ്ധതിയും കൂടിയാണിത്. നമ്മൾ അത് നോക്കിയാൽ മതി.
എന്ത് കാണാനാണ് നോയിക്കൊണ്ടിരിക്കുന്നത്? എനിക്ക് നോക്കിക്കൂടെ? നോക്കട്ട. ആദ്യം നിങ്ങളെ മോനെ മര്യാദ പഠിപ്പിക്കേ. ആ ഓനെ പഠിപ്പിച്ചാൽ എങ്ങനായിന്ന്? ൂകവാതിൽക്കൽ സ്നേഹം തുളുമ്പുന്ന ഒരു കുളിർ വേഗലെടുത്തിട്ട് എവിടെ പോയിരുന്നു? ഞാൻ എന്റെ വീട്ടിൽ പോണു. ഞാൻ എന്റെ വീട്ടിൽ പോണെന്ന് മനസ്സിലായില്ലേ? അയ്യോ സോറി, അച്ഛന്റെ പിറന്നാളാണല്ലേ, ഞാൻ വരാം. ഹാപ്പി ബർത്ത്ഡേ അച്ഛാ, ഒരു മെസ്സേജ് കൊടുത്തേക്കാം. ദേ ഉണ്ണിയേട്ടാ, എന്റെ അടുത്ത് അഭിനയിക്കരുതേ. എനിക്ക് ഉണ്ണിയേട്ടനോടുള്ള ജീവൻ മതിയായി. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. സുമിത്ര എന്തെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ല? എന്താന്ന് കാര്യം പറ. കാര്യം എന്താന്ന് മനസ്സിലായില്ല? അച്ഛാ, നിങ്ങൾ ആവശ്യമില്ലാതെ എന്റെ സുമിത്ര ചീത്ത പറയണ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്താ ഞാൻ പറഞ്ഞു എന്നോട്? അച്ഛ പോട്ടെ, അത് പലതും പറയും, നോക്കണ്ട. നീ അവിടെ ഒന്ന് നിർത്തോ. ഉരുളല്ലേ എന്റെ അടുത്ത്. ഏതവളാ അത്? ഏതാന്ന് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല? എനിക്കൊന്നും തിരിയുന്നില്ല നീ പറയുന്നത്. നോക്ക്, നോക്കാൻ. നോക്കി തുറന്നു നോക്കാൻ. നന്നായിട്ട് ഇളിച്ചോണ്ടിരിപ്പുണ്ടല്ലോ ഫ്രണ്ടില്. ഇത് ഞാൻ രമ്യല്ലേ? ഏത് രമ്യ? ഗൾഫിലെ സുരേഷിന്റെ ഭാര്യ രമ്യ. അവള് നിങ്ങളുമായിട്ട് എന്താ ബന്ധം? സുരേഷൻ ഗൾഫിലാണല്ലോ, ഓളെ സഹായിക്കാൻ ആരുമില്ല. ഞാനൊന്ന് ഹെൽപ്പ് ചെയ്ത് സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ട് പോന്ന്. വണ്ടി മിസ്സായി പോയി, ഒരു ഓട്ടോറിക്ഷ കിട്ടുന്നില്ല. ഞാൻ അവളെ കയറ്റിട്ട് സ്കൂളിന്റെ മുമ്പിലാക്കി, അത്രേ ഉള്ളൂ. തിരിച്ചു കൊണ്ടുവന്നില്ല. അപ്പൊ ഗൾഫിലുള്ളവരുടെ ഭാര്യമാരെ സഹായിക്കലാണോ നിങ്ങളെ പണി? അതാണോ? ഭാര്യമാരല്ല, രമ്യനെ മാത്രം. അയ്യോ, എന്തേ ഒന്നില് നിർത്തി കളഞ്ഞേ? ഒരു കാര്യം ചെയ്യ്, നാട്ടിലുള്ള സ്ത്രീകളെ സഹായിച്ചിട്ടേ അച്ഛനും മോനും കൂടി വീട്ടിനകത്തിരിക്കും. ഞാൻ എന്റെ വീട്ടിൽ. രമ്യ പോവല്ല, സുമിത്രയായിട്ട് ഞാൻ യാതൊരു ബന്ധം ഉണ്ടാവില്ല, സത്യം. അതന്നെ എനിക്ക് പറയാനുള്ളത്. സുമിത്രയായിട്ട് നിങ്ങൾക്ക് ഇനി ഒരു ബന്ധവുമില്ല. രമ്യ ധന്യോ ആരുടെ കൂടെ വെച്ചാൽ നിങ്ങൾ ജീവിച്ചോ? എനിക്കറിയണല്ലോ നിങ്ങൾ എത്ര കാലം ജീവിക്കുമെന്ന്. ഹെൽമെറ്റ് ഇല്ലാത്തതിന്റെ പേര് ഒരു ഫൈൻ അടിച്ചാൽ തീരുന്ന കാര്യമില്ലു. രമ്യ, സുമിത്ര, എനിക്ക് തന്നെ ഈ ഗതി വന്നല്ലോ എന്റെ ദൈവമേ. എത്ര കഷ്ടകാലത്തിലാണ് ഹെൽമെറ്റ് ഇടാത്തി ഇവിടെ കയറ്റിയത്. ഫോട്ടോ എടുത്തത് ഓരോ നേരം. സമാധാനം നിങ്ങക്ക്? എടാ ഓള് പോകുന്ന പോട്ടാ. ആ ഫോട്ടോ ഞാൻ കണ്ടു, എനിക്ക് ഇഷ്ടായി. നീ ഓളെ കെട്ടിക്കോ. തോന്നിയാസാ പറയുന്നത്? അതെന്റെ ഭാര്യയാന്ന്. ഭാര്യ ഓള് പോയില്ലേ? ഓളെ പോയിന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഒരു ഇറങ്ങി പോന്നോളെ എന്തിനു പിന്നെ ഭാര്യ? ഓളെ തിരിച്ചു വരും. ഓൾക്ക് എന്റെ വിശ്വാസമുണ്ട്. ഫൈൻ അടിച്ചാൽ തീർന്ന നല്ല പെണ്ണാന്നറാ. ഇത് തോന്നിയാസാ പറയുന്നത്. പോയി എന്റെ ഭാര്യയാണ് സുമിത്ര. നീ ഇപ്പൊ പറഞ്ഞ ഈ കഥ യഥാർത്ഥ കള്ളത്തരല്ലേ? കള്ളത്തര? നീ ഓളും തമ്മിൽ ബന്ധുല്ലേ? എന്നെ കൂടെ പറയിപ്പിക്കാൻ നീ ഇങ്ങനത്തെ നീയൊന്നും ജീവിക്കണ്ട. കണ്ട പെണ്ണുങ്ങളുടെ അച്ഛൻ ജീവിക്കണ്ട. പക്ഷെ എന്നെ കൊല്ലുന്നു എന്റെ ഫൈൻ അടിച്ചിട്ട് നിരപരാധത്തെ തെളിയിക്കണം. എന്റെ സുഹൃത്താക്കി ജീവിക്കണം. കള്ളക്കഥ മുഴുവൻ കള്ളക്കഥയാണ്. നിന്നെ ഞാൻ ഇന്ന് നിങ്ങളെ ഞാൻ വിടുക. സാറേ, അവള് മൊയ്തു. ഇത് ഇവിടുന്ന് വന്ന അടയ്ക്കാളാ. സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി ഓടിച്ചല്ലേ? ഇട്ടുണ്ട്. പൈസ അടക്കണത് അല്ല ഇട്ടുണ്ട്. അതൊക്കെ അവിടെ പറഞ്ഞു. സാറേ, ക്യാമറ കേസാണ്. ബെൽറ്റ് ഇടാതെ കാർ ഓടിച്ച്. അവിടെ പറഞ്ഞു. ആ ബെൽറ്റ് ഇട്ടിട്ടില്ലല്ലോ. ഇട്ടുണ്ട് സാറേ. ഇട്ടുണ്ടെന്ന് പറഞ്ഞ പിന്നെ ക്യാമറ എന്നോട് പറയൂ. അത് നേരാണ്. പക്ഷെ എന്താ അറിയോ, എന്റെ താടി കാരണം മറന്നു പോയതാ ബെൽറ്റ്.
അതിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. താടി കാരണം മറന്നു ചോദിച്ചെങ്കില് അല്ല ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നിയമം തെറ്റിച്ചില്ലല്ലോ, ഇട്ടുണ്ടല്ലോ. അത് നിങ്ങൾ ഇട്ടുണ്ടെങ്കിൽ അത് ബോധ്യപ്പെടണ്ടേ? അല്ല അത് ക്യാമറ ഫോട്ടോ എടുത്തതിന്റെ കുഴപ്പമാണ് അത്. ക്യാമറ അങ്ങനെ ഫോട്ടോ എടുത്തതിന് കുഴപ്പമെന്ന് പറയണെങ്കിൽ നിങ്ങൾ ഈ ബെൽറ്റ് മറയണ രീതിയിൽ താടി വളർത്തിയിട്ട് പിന്നെ ക്യാമറനെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എനിക്ക് സാറേ നേരത്തെ എനിക്ക് ഇത്ര താടിയുണ്ട്, എന്നെ നാട്ടുകാർ താടി മൊയ്തു എന്നാ വിളിക്കുക. ഇപ്പൊ എന്തെങ്കിലും വിളിച്ചോട്ടെ, ഇതിപ്പോ നമുക്ക് ഇതിന് പിഴടക്കാണ്ട് പറ്റില്ല. ക്യാമറക്ക് അറിഞ്ഞൂടല്ല താടി മൊയ്തുവാണോ മീശ മൊയ്തുവാണോ. അത് ബെൽറ്റ് കിട്ടില്ലെങ്കിൽ കാര്യമില്ല. നിങ്ങൾ ഈ ബെൽറ്റ് ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ ഈ ബെൽറ്റ് നമുക്ക് കാണാൻ പറ്റണ്ടേ? ഇപ്പൊ ക്യാമറ വരണതിന് മുമ്പ് ഇപ്പൊ പോലീസുകാർക്ക് നോക്കിയാലും കാണാൻ പറ്റണല്ലോ. ഇപ്പൊ വന്നേണ ഫൈൻ അടച്ച് രക്ഷപ്പെടണ നല്ലത്. അല്ലാതെ താടി വളർത്തിയതിന് വേറെ ഫൈൻ അടക്കേണ്ടി വരും. AI ക്യാമറയുടെ കൃത്യനിർവഹണത്തിന് ഭംഗം വരുത്തിയൊക്കെയാണ്. അത് പറയാൻ പറ്റില്ല. അതെ, താടി വളർത്തിയതിന് ഫൈനൊന്നുമില്ല. നിങ്ങൾ ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ അതിനാണ് ഫൈൻ. അപ്പൊ ബെൽറ്റ് ഇട്ടത് കാണാതായാലും അതിന് പിഴ അടയ്ക്കണം. സാർ അപ്പൊ എനിക്ക് ഇനിയും കാർ ഓടിക്കണ്ടേ സാറേ നാളെ മുതൽ? നിങ്ങൾ കാർ ഓടിച്ചോന്നേ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ബെൽറ്റ് വെള്ളയാക്കാൻ പറ്റുമോ? എന്നാല് ബെൽറ്റ് വെള്ളാക്കി വെള്ളയാക്കാൻ പറ്റുമോ? അപ്പൊ തെളിഞ്ഞ് കാണുമല്ലോ എന്റെ തടിമെന്ന്. അതിലൊന്നും കാര്യമില്ല. ഞാൻ പറയണ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ബെൽറ്റ് ഇട്ടുണ്ടെങ്കിൽ ബെൽറ്റ് കാണാവുന്ന രീതിയിൽ താടി കെട്ടി വെക്കുക, അല്ലെങ്കിൽ അത് വടിച്ച് കളയുകയോ ചെയ്യുക. കാലങ്ങളായിട്ട് കൊണ്ടുനടക്കുന്ന താടിയാണ്. അപ്പൊ അത് നിങ്ങൾ കളയണ്ട. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പിഴ അടയ്ക്കും. അപ്പൊ അത് നിങ്ങൾക്ക് പറ്റില്ല. അത് ഇങ്ങനെ തലവഴി ഇടാൻ പറ്റുമോ ബെൽറ്റ് ഇങ്ങനെ? അപ്പൊ മുഖത്ത് കാണാൻ പറ്റുമല്ലോ. അപ്പൊ ഈ ഫൈൻ അടക്കേണ്ടി വരില്ല. എന്റെ സുഹൃത്തെ, നിങ്ങൾക്ക് ഇപ്പൊ ഈ താടി വടിക്കാനും പറ്റില്ല, പിഴ അടയ്ക്കാനും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യോ, അതിനും സൗകര്യം ഉണ്ടല്ലോ. എന്താണ്? ഊബർ വിളിച്ചു പോയിക്കൂടെ? ഞാനോ? ഈ യൂബർ ഓടിക്കണം, ഞാൻ ഈ വേറെ യൂബർ ടാക്സി വിളിക്കണം. കാരണം ഞാൻ യൂബർ ടാക്സി ഡ്രൈവർ ആണ്. എന്നാ പിന്നെ രണ്ട് മാർഗമുള്ളൂ. ഒന്നിൽ താടി വടിക്കുക, അല്ലെങ്കിൽ പിഴ അടയ്ക്കുക. അതെ, ഞാൻ ഈ നിയമം ശരിക്കും ഒന്ന് പഠിക്കട്ടെ സാറേ. സാറത് പഠിക്കണേലും നല്ലത് ഇത് പഠിക്കണതായിരിക്കും. സാറ് ഭയങ്കര തമാശക്കാരനാണല്ലോ. ഉള്ള കാര്യം പറഞ്ഞു നോക്കാം കേട്ടോ. ഒന്ന് അന്വേഷിച്ചോട്ടെ. താടി പഠിച്ചിട്ട് വണ്ടി പഠിക്കാന്ന് നടക്കണം. താടി മാത്രം വളരണുള്ള, മുടി വളരണില്ലല്ലോ. എന്ത് ഇയാൾക്ക് താടി കളയും? ഇയാളെന്താ കണ്ണ മനുഷ്യൊന്നല്ലല്ലോ.